യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകളുടെ മധ്യേ യേശുവിന് വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ചു രക്തസാക്ഷികളായി മരണപ്പെട്ടു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാ ഇസ്കരിയോത്തിനെയാണ് നാം ഇന്ന് പരിചയപ്പെടുവാൻ പോകുന്നത്. ബൈബിളിൽ യൂദാ ഇസ്കരിയോത്തിന്റെ പേര് അവസാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഷീമോൻ. യൂദാ ഇസ്കരിയോത്ത് എന്നത് 2 വാക്കാണ്. ഇസ്കരിയോത്ത് എന്നത് തന്റെ സ്വന്തം സ്ഥല പേരാണ്. കരിയോത്ത് എന്നത് കെരിയോത്ത് എന്നും ഉണ്ട് ബൈബിളിൽ. ആമോസ് പുസ്തകം 2:2 യോശുവ പുസ്തകം 15:25 കാണുവാനായി കഴിയുന്നു. ഇത് രണ്ടും മോവാബ് ദേശത്തുള്ള ഒറ്റ പട്ടണം തന്നെയാണ്. പിന്നത്തേതിൽ ഈ പട്ടണം യൂദാ ദേശത്തോട് ചേർക്കപ്പെട്ടു. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ തന്റെ മനസ്സിലുണ്ടായിരുന്നു. 1, അവർ യേശുവിന്റെ കൂടെ ഉണ്ടാകണം. 2, യേശുവിനെ കുറിച്ച് പറയണം. 3, അത്ഭുതങ്ങളും അടയാളങ്ങളും സകലരെയും രക്ഷയിലേക്ക് നടത്തണമെന്നതാണ്. യൂദ മത്സ്യത്തൊഴിലാളി ആയിരുന്നില്ല. തന്റെ ദേശത്ത് നന്നായി പഠിച്ചവനാണ്. യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ട്രഷറർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാശും യൂദയുടെ കയ്യിലാണ് ഏൽപ്പിക്കാറ്. യോഹന്നാൻ സുവിശേഷം 13:29 ആവശ്യമുള്ളത് വാങ്ങുവാനും ദരിദ്രർക്ക് വല്ലതും കൊടുക്കുവാനും യൂദയെ ചുമതലപ്പെടുത്തിയിരുന്നതായി കാണുവാനായി സാധിക്കുന്നു. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാർക്ക് പോലും യൂദയെ മനസ്സിലാക്കുവാനായി കഴിഞ്ഞില്ല. യേശു 12 ശിഷ്യന്മാരുടെ കാൽ കഴുകിയ സമയത്തും ഈ യൂദാസിന്റെ കാൽ കഴുകി യേശു എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ആയിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിലാണ് ആരാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യന്മാർ ഞാനോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ തമ്മിൽ കൺഫ്യൂസ് ആകാതിരിക്കുവാൻ വേണ്ടി യൂദ നീയാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് പോലും യൂദയ്ക്ക് മാനസാന്തരം വന്നില്ല. ഒരാളെ കാണിച്ചു കൊടുത്താൽ എന്താ ഇപ്പോ സംഭവിക്കാൻ പോകുന്നത്? അവനെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ എന്നായിരിക്കും ഒരുപക്ഷെ യൂദ ചിന്തിച്ചത്. യൂദ യേശുവിൽ നിന്നും ഒന്നും പഠിച്ചില്ല. യൂദയുടെ ചിന്ത മുഴുവനും പണം എന്നതായിരുന്നു. അവന്റെ ചിന്ത ശരിയല്ലാത്തത് കൊണ്ട് തന്നെ പിശാച് അവനെ വഞ്ചിച്ചു. യോഹന്നാൻ സുവിശേഷം 12 ഒരു സ്ത്രീ തൈലക്കുപ്പിയെടുത്ത് യേശുവിന്റെ കാൽക്കൽ ഒഴിച്ച സമയത്ത് എന്തിനാ ഈ തൈലത്തെ കളയുന്നത്? ഇത് 300-ലധികം പണത്തിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമല്ലോ എന്ന് യൂദ സംസാരിച്ചിരിക്കുന്നതായി കാണുവാനായി കഴിയുന്നു. ഈ യൂദയെ കുറിച്ച് ബൈബിളിൽ നാശയോഗ്യൻ എന്ന് പറയുന്നു. യോഹന്നാൻ 17:12 നാശയോഗ്യൻ എന്ന് എഴുതിയിരിക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:3 അന്തിക്രിസ്തുവിനെയും ഇതേ വാക്കു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്തിക്രിസ്തുവിനെ നാശയോഗ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. യൂദാസ് ഒരു കള്ളനാണ്. യോഹന്നാൻ 12:6 പറയുന്നു, അവൻ കള്ളനായത് കൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ഉള്ളത് കൊണ്ടും അതിൽ ഇടുന്നത് അവൻ എടുക്കുന്നുവെന്ന് പറയുന്നു. യൂദ ദ്രോഹിയാണ്. ലൂക്കോസ് 6:16 ദ്രോഹിയായ ഇസ്കരിയോത്ത് യൂദ എന്ന് പറഞ്ഞിരിക്കുന്നു. യൂദാസ് പിശാചാണ്. യോഹന്നാൻ 6:70 നിങ്ങളിൽ ഒരുത്തര് പിശാചാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യൂദാസ് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നുവെങ്കിലും യേശുവിനോട് ആത്മാർത്ഥമായ സ്നേഹം ഇല്ലായിരുന്നു. മർക്കോസ് സുവിശേഷം 14 മുതലുള്ള ഭാഗങ്ങളിൽ യേശു അപ്പക്കഷ്ണം മുറിച്ചെടുത്ത് യൂദായ്ക്ക് കൊടുത്തു. ഉടൻ തന്നെ സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുവാൻ ആലോചിക്കുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. യൂദ ഉടൻ തന്നെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യേശുവിനെ കാണിച്ചു തന്നാൽ എത്ര തരും എന്ന് ചോദിച്ചതിന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. കാണിച്ചു കൊടുക്കും മുൻപേ തന്നെ അവൻ കാശ് പറഞ്ഞു വാങ്ങിച്ചു. ഹോ, എന്തൊരാർത്തിയാണല്ലേ കാശിനോട്. കാണിച്ചു കൊടുത്ത ശേഷം കാശ് കൊടുത്തില്ലെങ്കിലോ എന്ന് ഓർത്തായിരിക്കും ചിലപ്പോ. പുരോഹിതന്മാർ അയച്ച കാവൽക്കാരോട് ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് യേശു എന്ന് പറഞ്ഞു. ഗെത്ശമന തോട്ടത്തിൽ ചെന്ന് യൂദ യേശുവിനെ ചുംബിച്ച് കാണിച്ചു കൊടുത്തു. യൂദ എന്തിനാണ് യേശുവിനെ ചുംബനത്തിലൂടെ കാണിച്ചു കൊടുത്തതെന്ന് അറിയാമോ? എന്തെന്നാൽ
യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരുടെയും മുഖം യേശുവിന്റെ മുഖം പോലെ ആയിരുന്നു. പ്രത്യേകിച്ച് യൂദ തത്തായിയുടെ മുഖം യേശുവിനെ പോലെ ആയിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് യേശുവിനെ വേർതിരിച്ച് കാണിക്കേണ്ടതിന് ചുംബിച്ച് കാണിച്ചു കൊടുത്തത്. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ആ സമയത്തും യേശു യൂദയെ നോക്കി സ്നേഹിത എന്ന് വിളിച്ചു. ശിഷ്യനായി വിളിക്കപ്പെട്ട അന്നു മുതൽ യേശു യൂദയെയും സ്നേഹിച്ചിരുന്നു. എന്നാൽ യൂദ ആത്മാർത്ഥമായി സ്നേഹിക്കാതെ പണത്തെ സ്നേഹിച്ചു. അവസാനം 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റുകൊടുത്തു. യേശുവിനെ അടിച്ച് ക്രൂശിക്കണമെന്ന് വിധി അറിഞ്ഞ സമയത്ത് യേശുവിനെ ഒറ്റുവാങ്ങിയ ആ കാശിനെ പള്ളിയിൽ വലിച്ചെറിഞ്ഞ് മനസാക്ഷി കുത്തുകൊണ്ട് യൂദ ചെന്ന് ആത്മഹത്യ ചെയ്തു. യൂദ എങ്ങനെ ആത്മഹത്യ ചെയ്തു? തൂങ്ങിച്ചത്തോ അതോ താഴെ വീട് നടുവെ പിളർന്ന് കുടൽ തെറിച്ച് ചത്തോ? മത്തായി സുവിശേഷം 27 യൂദ കെട്ടിത്തൂങ്ങി മരിച്ചതായി കാണുവാനായി സാധിക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1:18 പറയുന്നു, യൂദ തല കീഴായി വീണ് നടുവെ പിളർന്ന് കുടൽ തെറിച്ച് മരിച്ചു എന്ന് പറയുന്നു. ഇതിൽ ഏതാണ് സത്യമെന്ന് ഇന്നും പലർക്ക് സംശയം കാണും. എന്നാൽ ദൈവവചനം ഒരിക്കലും കള്ളം പറയില്ല. ഇത് രണ്ടും സത്യം തന്നെയാണ്. എന്നാൽ എങ്ങനെയാണ് ഒരാൾ 2 പ്രാവശ്യം മരിക്കുന്നതെന്ന് സംശയമുണ്ടാകും. എന്നാൽ വേദ പണ്ഡിതന്മാർ പറയുന്നു, യൂദ ഒരു കൂർത്ത മലയിൽ കയറി അതിലുള്ള ഒരു മരത്തിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്തു. തന്റെ ശരീരഭാരം കയറിന് താങ്ങാൻ പറ്റാതെ പൊട്ടി താഴെ വീണ് 2 പിളർന്ന് കുടൽ തെറിച്ചു മരിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നു. പത്രോസ് പാപം ചെയ്തു. പക്ഷേ മാനസാന്തരപ്പെട്ട് യേശുവിനോട് ക്ഷമ ചോദിച്ചു. എന്നാൽ യൂദ താൻ ചെയ്ത കുറ്റത്തെ ഓർത്ത് വേദനിച്ചു. പക്ഷേ മാനസാന്തരത്തിലേക്ക് വരാതെ താൻ ആത്മഹത്യ ചെയ്തു. നാം യൂദയെ പോലെ ആകാതെ പത്രോസിനെ പോലെ സ്വർഗീയ പിതാവിനോട് ക്ഷമ പറഞ്ഞ് പാപ സ്വഭാവത്തെ വിടാമെങ്കിൽ നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈബിളിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.